എന്ത് നുണകളും പടച്ചുവിടാൻ, അത് വിശ്വസിപ്പിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും പല വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത്രയും വിശ്വസ്തരായ ഒരു സോളിസിറ്റർ ജനറലിനെ കിട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ കെട്ടിച്ചമച്ചതാണ്. അത് നാഷണൽ ഹെറാൾഡ് മുതൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതൊക്കെ സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത വലിയ തോതിൽ ഫാബ്രിക്കേഷനിലൂടെ കൃത്യമായി ടാപ്പറിംഗ് ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ് എന്ന് സുപ്രീം കോടതിക്ക് വള്ളിപുള്ളി തെറ്റാതെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തി ആ സ്ഥാനത്തിരിക്കുന്നത് തന്നെ രാജ്യത്തിന് അപമാനകരമാണ് എന്നുള്ളതാണ്. കാരണം അത്രയേറെ ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ ചെയ്തികളെ ന്യായീകരിക്കാൻ നാട് വിടാൻ ശ്രമിച്ച, അതായത് ഈ രാജ്യത്ത് അറസ്റ്റിലാകുമെന്ന് ഭയന്ന് നാട് വിട്ട രാജീവ് കുമാറിനെ വരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന തുഷാർ മേത്തയെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപ് ഇരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയും ഇതേ രീതിയിൽ തന്നെയാണ് തുഷാർ മേത്തയെ ശക്തമായി എതിർത്തത്. തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന ഓരോ നിമിഷവും കള്ളത്തരങ്ങൾ ഓരോന്നും നുണ ഫാക്ടറിയിൽ നിന്നും മെനഞ്ഞു വിടുന്നത് പോലെ നല്ല രീതിയിൽ എരിവും പുളിയും ചേർത്താണ് പടച്ചു വിടുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനും ഇതൊക്കെ ദഹിക്കാനും മാത്രം സുപ്രീം കോടതിക്ക് ബുദ്ധിസ്ഥിരത ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാരിനോടും സോളിസിറ്റർ ജനറലിനോടും പറഞ്ഞിരിക്കുന്നത്. അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും കൂടെ ഈ രാജ്യത്തെയും പരമോന്നത നീതിപീഠത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ നീങ്ങുമ്പോൾ അവരെ വീറ്റാക്കാൻ പുതിയ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഹർജികളായി ഓരോന്നും സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് വരികയാണ്. നമുക്കറിയാം, BJP നിയമവിരുദ്ധമായി അനധികൃതമായി വലിയ തോതിൽ അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ടിലെ ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സുപ്രീം കോടതി എതിർക്കുകയാണ് ചെയ്തത്. അത് റദ്ദാക്കുകയും ചെയ്തു. ഏറ്റവും വലിയ തോതിൽ വിദേശ നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തി സെബി ചെയർപേഴ്സണായ മാധവി ബുരിബുച്ചിനെ വരെ കൈയോടെ പിടികൂടിയ സംഭവ വികാസങ്ങളാണ് ഈ രാജ്യത്ത് അരങ്ങേറിയത്. മാത്രമല്ല, നമുക്കറിയാം, കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിദേശത്തു നിന്നും വലിയ തോതിൽ അനധികൃതമായി പണം വന്നതിനെ കുറിച്ച് തനിക്ക് അറിയാമെന്നുള്ളത്. സ്മൃതി ഇറാനിയെ മാപ്പുസാക്ഷിയാക്കിയാൽ പല കേസുകളും തെളിയും എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം സുപ്രീം കോടതിയോട് അന്ന് പറഞ്ഞതും. ഇപ്പോഴിതാ വീണ്ടും ബോധ്യപ്പെടുത്തുന്നു. റിസർവ് ബാങ്കിന്റെ ഗവർണറായ സഞ്ജീവ് മൽഹോത്ര പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.